മൈതാനങ്ങളിലും പൊതുവിടങ്ങളിലും ഇനി RSSന്റെ പരിപാടികൾ നടത്താൻ പാടില്ല. കർണാടക സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. അടുത്ത ലക്ഷ്യം എന്താണ്? പൂർണ്ണമായ ഒരു നിരോധനമാണ്. കർണാടക സർക്കാരിലും പ്രധാനമായിട്ടും മല്ലികാർജുൻ ഖർഗെയുടെ മകൻ പ്രിയങ്ക് ഖർഗെ, ഇദ്ദേഹമാണ് ഇതിൻ്റെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അതിനകത്ത് തന്നെ വിചിത്രമായൊരു സംഗതിയുണ്ട്. സംഘം ചെയ്യുന്ന കാര്യങ്ങൾ, രാഷ്ട്രീയ സ്വയം സേവകം സംഘം ചെയ്യുന്ന പ്രവൃത്തികൾ പൊതു ഇടങ്ങളിലാവുക, പൊതുസമൂഹം അത് കാണുന്നതിനുള്ള അവസരം ഉണ്ടാവുക, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ നിന്ന് മറച്ചു വെക്കാനൊന്നുമില്ലാത്ത സുതാര്യമായ പരിശ്രമമാണ് സംഘം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രിയങ്ക് ഖർഗെയ്ക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട SDP-യോ പോപ്പുലർ ഫ്രണ്ടോ അവരൊക്കെ ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ നക്സൽ തീവ്രവാദികളോ ഒക്കെ ചെയ്യുന്നത് പോലെ ഒളിയിടങ്ങളിലിരുന്ന് രാജ്യദ്രോഹം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമല്ല രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിലാണോ ഇവരെയും പൊതുവിടങ്ങളിൽ നിന്ന് മാറ്റണം എന്ന് താല്പര്യമായിട്ട് ഇദ്ദേഹം വരുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇവിടെ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, പ്രിയങ്കയ്ക്കും രാഹുലിനും സോണിയയ്ക്കും സഹിക്കാൻ വയ്യാത്ത എതിർപ്പുള്ളൊരു പ്രസ്ഥാനമാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം. അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് ആകുന്നതിന് മല്ലികാർജുൻ ഖർഗെയ്ക്ക് ഒരു അവസരം കൊടുത്തു. മല്ലികാർജുൻ ഖർഗെ നമ്മുടെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവാക്കി വെച്ചിരിക്കുക. അവിടെ വെച്ചിരിക്കുക അദ്ദേഹം പറഞ്ഞതാണ്, സോണിയാജിനെ ബനായ മുझे, സോണിയാജിയാണ് എന്നെ സൃഷ്ടിച്ചതെന്ന്. അല്ല, കുടുംബത്തിലെ മക്കളുടെ പേര് പ്രിയദർശിനി, രാഹുൽ, പ്രിയങ്ക്. അതെ, ഇതായത് രാജ്യസഭ എന്നിട്ട് പറയാണ് എന്നെ സൃഷ്ടിച്ചത് ബനായ എന്ന് പറഞ്ഞാല് സോണിയാഗാന്ധിയാണെന്ന് പറഞ്ഞ ആ കാലുപിടുത്തത്തിൻ്റെ, കാലുനക്കലിൻ്റെ രാഷ്ട്രീയം ദേശീയ തലത്തില് അതൊരു അലങ്കാരമായി നെറ്റിയിൽ ചൂടി നടക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകനിൽ നിന്ന് RSSനെ എതിർക്കുന്ന ഇതുപോലൊരു പ്രസ്താവന കേട്ടാൽ അതിശയിക്കാനൊന്നുമില്ല. ഇത് മാത്രമല്ല, കേരളത്തില്, ദക്ഷിണ ഭാരതത്തില്, കേരളത്തിലും തമിഴ്നാടിലും കർണാടകയിലും 3 സംസ്ഥാനങ്ങളിൽ ആ ദക്ഷിണ കേരളത്തെ തന്നെ മാറ്റണം, കട്ടിംഗ് സൗത്ത് എന്ന ആശയവുമായി മുന്നോട്ട് വന്ന പിണറായി വിജയനും സ്റ്റാലിനും ഈ പറയുന്ന കർണാടകയിലെ മുഖ്യമന്ത്രിയും അതിൽ പ്രധാനമായിട്ടും പ്രിയങ്ക ഖർഗെയും ഒക്കെ നിൽക്കുന്നൊരു സാഹചര്യത്തിൽ ഭാരതത്തെ തെക്കായിട്ടും വടക്കായിട്ടും പലതായിട്ടും മുറിക്കണം എന്ന അജണ്ടയുള്ള ആ ഇസ്ലാമിക തീവ്രവാദികളോടൊപ്പം നിൽക്കുന്ന ആ രാഷ്ട്രീയക്കാരന് അഖണ്ഡ ഭാരതത്തിൻ്റെ സങ്കല്പമുള്ള, എന്തു വില കൊടുത്തും ജീവൻ ത്യജിച്ചും ഭാരതത്തെ ഒന്നായി നിർത്തും, ഭാരതത്തിന് വികസനത്തിൻ്റെ പുതിയ തലങ്ങൾ സൃഷ്ടിച്ചെടുക്കും, അതിനുവേണ്ടി വേണ്ടി വന്നാൽ സ്വന്തം ജീവിതം തന്നെ ബലി നൽകും എന്ന തലത്തിലേക്ക് സ്വന്തം കാഴ്ചപ്പാടുകളെ മാറ്റിക്കഴിഞ്ഞിട്ടുള്ള ആ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തോടും അതിൻ്റെ പരിവാർ പ്രസ്ഥാനങ്ങളോടും സ്വാഭാവികമായും വെറുപ്പുണ്ടാവും. ഭാരതത്തെ എതിർക്കുന്നവർക്ക്, ഭാരതത്തെ എതിർക്കാൻ ശ്രമിക്കുന്നവർക്ക് RSSനെ എതിർത്തേ പറ്റുള്ളൂ. കാരണം വർത്തമാനകാലത്ത് ഭാരതത്തെ അഖണ്ഡമായി നിലനിർത്തുവാനും ഭാരതത്തിൻ്റെ വികസനം ഉറപ്പാക്കുവാനും പ്രതിബദ്ധതയുള്ള ഒരേ ഒരു പ്രസ്ഥാനം, രാഷ്ട്രീയം അല്ലെങ്കിൽ പോലും രാഷ്ട്രീയത്തിനും മറ്റെല്ലാ കാര്യങ്ങൾക്കും അതീതമായിട്ട് ഐക്യഭാരതം, വികസിത ഭാരതം എന്ന ലക്ഷ്യം വെക്കുന്ന പ്രസ്ഥാനം ഇതായതുകൊണ്ടാണ് പ്രിയങ്ക ഖർഗെയ്ക്ക് ഇങ്ങനൊരു അഭിപ്രായം പറയാൻ തോന്നിയത്. അല്ല, അഭിപ്രായം മാത്രമല്ല, മുൻകാലങ്ങളിൽ നിരോധിച്ചിട്ടുണ്ടല്ലോ. നിരോധിച്ചിട്ടുണ്ട്. അതാണ് ചരിത്രം അറിയാൻ വയ്യാത്ത മനുഷ്യൻ.
ഈ പ്രിയങ്കിൻ്റെ പല കാര്യങ്ങളിലുള്ള അഭിപ്രായം സവർക്കറെ കുറിച്ച് ഇന്നലെ അയാൾ വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നു. വളരെ രസകരമായൊരു ചോദ്യം അയാൾ ചോദിച്ചിരിക്കുന്നു. ഞാനത് മറന്നുപോയാൽ ഓർത്തത് തന്നെ. BJP നേതാക്കളുടെയൊക്കെ മക്കള് ഗോമൂത്രമാണോ കുടിക്കുന്നതെന്ന്? അവർ കുടിക്കാറില്ലല്ലോ. ഈ രാജ്യദ്രോഹിയായ വർഗീയവാദിയോട്, ഹിന്ദു വിരുദ്ധ വർഗീയതയോട് എനിക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുണ്ട്. പശുവിനെ കൊല്ലരുത്, സംരക്ഷിക്കണം എന്ന് പറയുന്ന ഹൈന്ദവ വിശ്വാസികൾ, അത് മഹാത്മാഗാന്ധി തൊട്ട് ഇങ്ങോട്ടുള്ള ആരായാലും അവരൊക്കെ പശുവിനെ കൊല്ലരുതെന്നും സംരക്ഷിക്കണമെന്നും പറയുന്നത് കൊണ്ട് അവരെ ചാണകസംഖ്യ എന്ന് വിളിക്കാൻ തയ്യാറാവുക. അവർ കഴിക്കുന്നതും അവരുടെ തലയിലും ചാണകമാണെന്ന് പറയുക. അവർ കുടിക്കുന്നത് ഗോമൂത്രമാണെന്ന് പറയുമ്പം തിരിച്ചൊരു വളരെ ലഘുവായൊരു ചോദ്യമുണ്ട്. പന്നിയെ തിന്നരുത്, പന്നിയെ കൊല്ലരുത് എന്ന് പറഞ്ഞൊരു സമൂഹം ഭാരതത്തിലുണ്ടല്ലോ. അതുപോലെ തന്നെ പട്ടിയെ വളർത്തുന്ന സമൂഹമുണ്ടല്ലോ. പട്ടികളെ ഇഷ്ടംപോലെ കൂടി വളർത്തുന്ന സമൂഹമുണ്ടല്ലോ. നാഗാലാൻഡൊക്കെ ഒഴിച്ച പട്ടികളെ തിന്നാത്തവരും അവര്. ഈ പട്ടികളെ തിന്നരുതെന്ന് പറഞ്ഞ് പട്ടികളെ താലോലിച്ച് വളർത്തുന്നവരും പന്നിയെ കൊല്ലരുതെന്ന് പറയുന്നവരും അവർ കഴിക്കുന്നത് പന്നിയുടെ കാഷ്ടമാണോ? അവർ കഴിക്കുന്നത് പട്ടിയുടെ കാഷ്ടമാണോ? അവർ കഴിക്കുന്നത് പന്നിയുടെ മൂത്രമാണോ? അവർ കുടിക്കുന്നത് പട്ടിയുടെ മൂത്രമാണോ? ഇതിങ്ങനെ തന്നെ ചോദിക്കുന്ന ഒരു സമൂഹം, വിരലുയർത്തി ഇങ്ങനെ തന്നെ ചോദിക്കുന്ന സമൂഹം ഇവിടെ ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി ഒന്നുകൂടെ പറയാം. രാഹുൽ ഗാന്ധി വലിയ പട്ടിയെ വളർത്തുകാരനാണല്ലോ. ഒരു പട്ടിയെ കൂടെ വളർത്തുകയും രാഹുൽ ഗാന്ധിയെ കാണാൻ ചെന്നപ്പം പട്ടിക്ക് കൊടുത്ത ബിസ്ക്കറ്റിന്റെ ബാക്കി എടുത്ത് കൊടുത്തതിന്റെ പേരിലാണല്ലോ ആസാമിലെ ഇപ്പം ആസാമിലെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന അദ്ദേഹം കോൺഗ്രസ് വിട്ട് പുറത്തു പോയത്. ഹിമന്ത വിശ്വാസ് എന്ന് പറയുന്നതിന് പകരം കോൺഗ്രസിനെ പിടിച്ചിരിക്കാൻ വേണ്ടി ഈ മല്ലികാർജുന ഖാർഗെയും അദ്ദേഹത്തിന്റെ പുത്രൻ പ്രിയങ്ക് ഖാർഗെയും കഴിക്കുന്നത് രാഹുൽ ഗാന്ധി വളർത്തുന്ന പട്ടിയുടെ കാഷ്ടമാണോ എന്ന് ചോദിച്ചാൽ കുടിക്കുന്നത് ആ പട്ടിയുടെ മൂത്രം കുപ്പിയിൽ കൊണ്ടുവന്ന് കർണാടകയിൽ കൊടുത്തിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ലേ BJP-ക്കാരുടെ നേതാക്കള് ഗോമൂത്രമാണോ കുടിക്കുന്നത് ചോദിക്കുന്ന ആ വൃത്തികെട്ട വികല ഹിന്ദു വിരുദ്ധ വർഗീയവാദ പരാമർശത്തിന്റെ മറുപടിയെന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കണം. ഇവർ കരുതുന്നവരല്ല കാര്യങ്ങൾ. ഇവര് എത്രമാത്രം RSS വിരോധം മുന്നോട്ട് വെക്കുന്നോ അത്രമാത്രം ഇവരുടെ കയ്യിൽ നിന്ന് ഭാരതത്തിൻ്റെ ഭരണമോ അധികാരമോ തിരിച്ചു പിടിക്കാനുള്ള അവസരം നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഹിന്ദുവിനെ എതിർത്തുകൊണ്ട് വെറുപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ വിജയം നേടാമെന്ന് കരുതുന്നെങ്കിൽ അല്ല, നമ്മുടെ ഇപ്പൊ കേരളത്തിന് സമാനമായി തന്നെ കർണാടകയിൽ ഹിജാബ് വിഷയമുണ്ടായിരുന്നു. അപ്പോൾ അതിന് അനുകൂലമായി തീരുമാനമെടുക്കുന്നു. അങ്ങനെ പല ഒരു ഡസനോളം സംഭവങ്ങൾ കർണാടകയിലെ സർക്കാരുമായി ബന്ധപ്പെട്ട് ഹിന്ദു വിരുദ്ധമായി ഉണ്ടാകുന്നു. അതിന്റെ ഒരു അവസാന സംഭവമാണോ RSS? ഇത് അല്ലല്ല, അവസാനം ഇനിയുണ്ടാവും. അവസാനം എന്ന് പോലും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഏറ്റവും ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഈ ഖർഗെ, ഈ പ്രിയങ്ക് ഖർഗെ എന്ന് പറയുന്ന ആള്, ഞാൻ ആദ്യം പറഞ്ഞ ഭക്ഷണം കഴിക്കുന്നതിന്റെ പേരിലായിരിക്കും ഹിന്ദു വിരുദ്ധവും. അദ്ദേഹത്തിന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്ന സിദ്ധരാമയ്യാണ്, അവിടുത്തെ മുഖ്യമന്ത്രിയാണ്. പൊതുയിടങ്ങളിൽ RSSന്റെ പരിപാടി നടത്താൻ പാടില്ലെന്ന് നിർദ്ദേശം നൽകി. സിദ്ധരാമയ്യ ആണെങ്കിലും ഇയാളാണെങ്കിലും ഇവരൊക്കെ ചെയ്യുന്നത് ഞാൻ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തൽ നടത്താം. മാലേഗാവ് വിഷയത്തിന്റെ പേരിൽ കള്ളക്കേസുണ്ടാക്കി മാനനീയ ആദരണീയ സർസംഘചാലക, അന്ന് അദ്ദേഹം സർസംഘചാലകല്ല, മോഹൻജി ഭഗവത്തിനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യാനും ആ ഐഡിയ പിന്നീട് ഉപേക്ഷിച്ചു. അതുപോലെ സ്വാതി പ്രജ്ഞയും കേണൽ പുരോഹിതനെയും പോലുള്ളവരെ പീഡിപ്പിച്ച് ഇല്ലാത്ത കള്ളക്കേസുണ്ടാക്കി ആ കേസിൽ അവർ മുക്തരായി. ഇപ്പോൾ ഒരു ഹിന്ദു തീവ്രവാദത്തിൻ്റെ നിഴൽ സൃഷ്ടിക്കാൻ ശ്രമിച്ച് ഹിന്ദുവിൻ്റെയും ഹൈന്ദവ പ്രസ്ഥാനങ്ങളുടെയും ജീവിതം
വഴിമുടക്കിയ സന്ദർഭത്തിൽ 2014 അന്ന് സർസംഘചാലക പദവി ഏറ്റെടുത്തിട്ട് 5 വർഷം കഴിഞ്ഞ ഡോക്ടർ മോഹൻജി ഭഗവത് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞില്ല. BJPക്കോ നരേന്ദ്രമോദിക്കോ ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞില്ല. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സ്വയം സേവകരെല്ലാവരും, സമാജത്തിലെ എല്ലാവരും, ആ വോട്ട് ചെയ്യേണ്ട പ്രായമായവർ മുഴുവൻ വോട്ടേഴ്സ് ലിസ്റ്റിൽ സ്വന്തം പേര് ചേർത്ത് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് മാത്രമേ ഉള്ളൂ. ആ ഒറ്റ ആഹ്വാനം കൊണ്ട്, ഒറ്റ ആവശ്യപ്പെടൽ കൊണ്ട് 2014 പുതിയൊരു രാഷ്ട്രീയ മാറ്റം ഭാരതത്തിലുണ്ടായി. അതുകൊണ്ട് സാധാരണഗതിയിൽ ചെറിയ ചെറിയ വിമർശനങ്ങൾ വന്നു കഴിഞ്ഞാൽ, ചെറിയ ചെറിയ കടന്നാക്രമണം വന്നു കഴിഞ്ഞാൽ അവിടൊക്കെ സംഘം ഒക്കെ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ദേവറസ്റ്റ് പറഞ്ഞൊരു കാര്യമാണ്. അത് നരേന്ദ്രമോദി അടുത്ത കാലത്ത് ആവർത്തിക്കുകയും ചെയ്തു. നാക്കേൽ പല്ല് കടിച്ചാൽ ആ പല്ല് നമ്മൾ അടിച്ചു കളയില്ല, ഇളകിക്കളയില്ല. നാക്കും പല്ലും എല്ലാം നമ്മുടെ തന്നെ ശരീരത്തിൻ്റെ ഭാഗം, രണ്ടും വേണം. അതുകൊണ്ട് ചെറുതായിട്ട് ചില പ്രശ്നമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊക്കെ പോകട്ടെ എന്ന് കരുതി സഹിച്ചു പോകും. പക്ഷേ സംഘത്തിൻ്റെയും ഹൈന്ദവ സമാജത്തിൻ്റെയും ഭാരതത്തിൻ്റെയും നിലനിൽപ്പിനെ നേരിടുന്ന തലത്തിൽ അത് പ്രിയങ്ക ഖാർഗെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പിതാവ് മല്ലികാർജുൻ ഖാർഗെയാണെങ്കിലും രാഹുലാണെങ്കിലും സോണിയാണെങ്കിലും പ്രിയങ്കയാണെങ്കിലും അവരോടൊപ്പം നിൽക്കുന്ന INDA മുന്നണിയാണെങ്കിലും ഒരു പരിധിവിട്ട ശല്യം തുടർന്നാൽ സംഘത്തിൻ്റെയും സംഘപ്രസ്ഥാനങ്ങളുടെയും ഭാരതത്തിലെ ഹൈന്ദവ സമൂഹത്തിൻ്റെയും വിരാട് രൂപത്തെ അവർ കാണേണ്ടി വരും. അത് അക്രമാത്മകമായിരിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. അന്ന് എല്ലാവരും സമ്മതിദാനാവകാശം ഉപയോഗിക്കാൻ മാത്രം ആവശ്യപ്പെട്ടപ്പം ഭാരതത്തിൻ്റെ ചരിത്രം മാറിയതുപോലെ ഒരു തരത്തിൽ ആർക്കും ദോഷം ചെയ്യാത്ത, ഒരായുധവും എടുക്കേണ്ടി വരാത്ത പല തിരുത്തൽ പ്രക്രിയയും സംഘത്തിൻ്റെയും ഹൈന്ദവ പ്രസ്ഥാനങ്ങളുടെയും കയ്യിലുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ട് വേണം. പല പ്രാവശ്യം ബ്രിട്ടീഷുകാരും നെഹ്റുവും ഇന്ദിരയും നരസിംഹറാവും ഒക്കെ ശ്രമിച്ചു നോക്കിയ ആ നിരോധനത്തിൻ്റെ ശൈലി ഉണ്ടല്ലോ, അതെല്ലാം 8 നിലയിൽ പൊട്ടിയത് ഓർക്കണം. നിരോധിച്ചപ്പോഴൊക്കെ സംഘം പൂർവാധികം ശക്തിയായി വളർന്നത് ഓർക്കണം. ഒന്നും വേണ്ട, ജവഹർലാൽ നെഹ്റു ഗാന്ധിയെ നെഹ്റുവുമായിട്ട് ആ വിഷയം ഞാൻ കടക്കുന്നില്ല, എങ്കിലും അവർക്കൊക്കെ വേണ്ടപ്പെട്ടവർ തന്നെ ഗാന്ധിജിയെ കൊന്നൊടുക്കി. അതിൻ്റെ പേരിൽ കള്ളക്കേസിൽ സംഘത്തെ പെടുത്താൻ നോക്കി, നടന്നില്ല. പക്ഷെ അതിന് മുമ്പായിട്ട് 1947 നവംബറിലോ ഡിസംബറിലോ അന്ന് നെഹ്റു പറഞ്ഞതാണ്, സംഘത്തെ ഞാൻ അടിച്ചൊതുക്കും, സംഘം എന്ന പ്രസ്ഥാനത്തെ ഞാൻ അടിച്ചൊതുക്കും എന്ന് നെഹ്റു മുന്നറിയിപ്പ് നൽകുകയാണ്. അന്ന് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി പറഞ്ഞ മറുപടി, ആ അടിച്ചൊതുക്കുമെന്നുള്ള മനോഭാവത്തെ ഞാൻ ഇല്ലാതാക്കുമെന്നാണ് പറഞ്ഞത്. അതുപോലെ ഓരോ ഘട്ടങ്ങളിലും എന്തെല്ലാം വെല്ലുവിളികൾ ഉണ്ടായപ്പോഴും ആ വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ച ഒരു പ്രസ്ഥാനമെന്ന നിലയിൽ രാഷ്ട്രീയ സ്വയം സംഘത്തെയോ അതുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളെയോ നിരോധിച്ചു കളഞ്ഞേക്കാം എന്ന് വിരോധികൾ, ഹൈന്ദവ വിരോധികൾ, രാഷ്ട്രവിരോധികൾ കണക്കാക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിരാശപ്പെടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.